ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ സാക്ഷി പറയുന്ന പോയിന്റുകളിൽ തെരച്ചിൽ തുടരാൻ അന്വേഷണ സംഘം ഇന്ന് അളന്ന് കെട്ടിത്തിരിച്ച എല്ലാ പോയിന്റുകളിലും പരിശോധന പൂർത്തിയാകും. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ SITയുടെ പ്രത്യേക യോഗം ചേരും. സരീഷ് PK ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, ഇന്നത്തെ പരിശോധന എത്രത്തോളം നിർണായകമാണ്? ഈ പുതിയ സാക്ഷിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെ? മറ്റു വിശദാംശങ്ങൾ. ഇന്ന് 13ാമത്തെ സ്പോട്ടിലാണ്, അതായത് സാക്ഷി നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സ്പോട്ടിലാണ് പരിശോധന നടത്തുന്നത്. സാധാരണഗതിയിൽ 11 മണിയോടെ പരിശോധന ആരംഭിക്കുന്നതാണ്. പക്ഷേ ഇന്ന് 11:30 അടുപ്പിച്ചിട്ടും ഇതുവരെ ആളുകൾ എത്തിയിട്ടില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ 13ാം നമ്പർ സ്പോട്ടിലാണ് പരിശോധന നടത്തേണ്ടത്. മറ്റ് സ്പോട്ടുകളെ അപേക്ഷിച്ച് കൂടുതൽ വ്യാപ്തിയിലുള്ള, അതായത് വിസ്തൃതിയിലുള്ള സ്ഥലമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ 2 ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിലുള്ള മുഴുവൻ സ്ഥലവും ഏതാണ്ട് റോഡിനോട് ചേർന്ന് ഉള്ള സ്ഥലം മുതൽ ഏതാണ്ട് ഏറ്റവും അവസാനം പുഴയോട് സമീപത്ത് വരെയുള്ള സ്ഥലത്ത് പരിശോധന നടത്തണം എന്നൊരാവശ്യമാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നേത്രാവതി പുഴയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ കൂടുതൽ മൃതദേഹങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഈ സാക്ഷി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകമാവുന്നത്, ഇത് നേരത്തെ ഈ സാക്ഷി ഈ പുഴയുടെ സമീപത്ത് തന്നെയാണ്, അതായത് ഈ സ്നാനഘട്ടമാണ്. ആ സ്നാനഘട്ടത്തിന് സമീപത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്, അതായത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 8 മുതൽ 9 വരെ മൃതദേഹങ്ങൾ ഏറ്റവും കൂടിയ സ്ഥലം എന്നാണ്. പക്ഷേ അതിൻ്റെ 10 മടങ്ങ് ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇതൊരു മാലിന്യ സ്പോട്ടായിരുന്നു. സ്നാനഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്തർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വാദത്തിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ സ്പോട്ടുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമാണ് എന്ന് സാക്ഷി പറയുന്നൊരു സ്ഥലം കൂടിയാണിത്. അവിടെയാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കുഴിക്കാനും അതോടൊപ്പം തന്നെ അവിടെ നിന്നും ഈ മണ്ണുൾപ്പെടെ മാറ്റുന്നതിനും അവിടെ ആദ്യം പുല്ലും കാടും മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അത് മാറ്റുന്നതിനായുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനി അല്പസമയത്തിനകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ ഈ പച്ച പായ കെട്ടി മറയ്ക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് സാക്ഷിയുമായി എത്തിയാൽ മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയ സാക്ഷികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാക്ഷികൾ എത്തും എന്ന് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ സ്പോട്ടുകൾ പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്, ഈ 13ാം നമ്പർ സ്പോട്ട് പൂർത്തിയായാൽ മറ്റ് സ്പോട്ടുകളുണ്ട്, അവിടെ കുഴിക്കണം എന്ന് നിലവിലെ സാക്ഷി ഭീം എന്ന് പറയുന്ന സാക്ഷി പറയുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ കുഴിയെടുത്ത് പരിശോധിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ